ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മോൾ ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്നും ഒരു റെസിപ്പി തന്നെയാണ്. ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതാ ഫിഷെന്ന്? ഇത് സാൽമൺ എന്ന് പറഞ്ഞ ഫിഷാണ്. നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത് ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല പിങ്ക് കളറായിരിക്കും ഇതിൻ്റെ ഫ്ലഷ് ഉണ്ടായിരിക്കും. അതിന് നല്ല തിക്കായിട്ടുള്ളൊരു തോലും ഉണ്ടായിരിക്കും. അപ്പം കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ തോല് കളഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിതിൻ്റെ ഫുള്ളായിട്ട് തോല് കളയുന്നൊന്നുമില്ല. കാരണം അതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞാനിതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല. പിന്നെ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. റിച്ച് ഇൻ ഒമേഗ 3 ആണ്, ഹൈ പ്രോട്ടീനുള്ള ഫിഷാണ്, പിന്നെ വിറ്റാമിൻ ബി ഉണ്ട്, പിന്നെ നല്ല ഒരുപാട് പൊട്ടാസ്യം കണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫിഷാണിത്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് അളവൊന്നുമില്ല, ഒരു 10 ഞാൻ എടുത്തിട്ടുണ്ടാവും ചെറിയ ഉള്ളി. പിന്നെ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു ടൊമാറ്റോനെ എടുത്ത് അത് കുറച്ചൊരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാൽമൺ. കണ്ടില്ലേ, ഞാൻ അതിൻ്റെ തൊലി ഫുള്ളായിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയിൽ കുറച്ചൊരു 1/4 സ്പൂൺ ഉലുവയും പിന്നെ കുറച്ച് കടുകും ഒക്കെ ഇട്ട്, നമ്മൾ സാധാരണ ഫിഷ് കറിയിൽ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് നല്ലോണം ഉലുവയൊക്കെ നല്ല ഡാർക്ക് കളറാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ചട്ടിയിൽ ഡയറക്റ്റ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചട്ടി നല്ല ചൂടായി കിടക്കുകയാണല്ലോ. ഇപ്പോൾ ആ ഉലുവയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിന് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചുവന്നുള്ളി ഇട്ട്. അത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഹാഫാക്കി കട്ട് ചെയ്താൽ മതി. ഒന്നാകെ ഇട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, ചട്ടിയിലായതുകൊണ്ട് കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചതച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇതിലിങ്ങനെ ചെറുതാക്കി അരിയുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ചതയ്ക്കുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും ഒരു നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 സ്പൂൺ മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതിൽ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും ഇതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഫിഷിന്. അപ്പോൾ കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചട്ടി ഓൾറെഡി നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പം അധികം നേരം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, മസാലയൊക്കെ പെട്ടെന്ന് ചൂടായിക്കോളും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ഒരു ടൊമാറ്റോയാണ് എടുത്തത്. നിങ്ങൾ നല്ല ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു ടൊമാറ്റോ ആയതുകൊണ്ട് 1 എടുത്തത്. അത് നിങ്ങൾക്ക് ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ എണ്ണ ഒരുപാട് ഒഴിക്കാത്തതുകൊണ്ട് അത് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ശരിക്കും ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അത്. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ മസാലയ്ക്ക് ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന്, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ച് തിക്കുള്ളൊരു ഫിഷാണല്ലോ. അപ്പോൾ ഫിഷിലൊക്കെ പിടിക്കണമെങ്കിൽ എന്തായാലും കുറച്ച് അധികം ഉപ്പിടേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ശരിക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തക്കാളിയുടെ പുളി ഉണ്ട്, പക്ഷേ എന്നാലും അത് മതിയാവില്ലല്ലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ചേർക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. കണ്ടില്ലേ, ആംഷൂർ പൗഡർ എന്ന് പറയും, ഡ്രൈ മാംഗോ പൗഡർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കമാങ്ങ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ഇത് എനിക്കിപ്പോൾ ഇതിങ്ങനെ ബോട്ടിലാണ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടുക, അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങളെ പുളിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ അധികം പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മാത്രമേ, ഒരു ചെറിയൊരു ടീസ്പൂണാണ് കേട്ടോ, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉണക്കമാങ്ങ കൂടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി നമ്മൾ മീനിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സാൽമൺ ഫിഷ് പീസസൊക്കെ കറിയിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ തോലി ഫുള്ള് കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊന്നും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം. ഞങ്ങൾക്ക് പിന്നെ അത് അങ്ങനെയാണ് നമ്മൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതിൻ്റെ ഗുണങ്ങളും കൂടുതലുണ്ടാവുക അതിലായതുകൊണ്ട് ഞാനത് ഒഴിവാക്കാതെയാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ ഫിഷിനെ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കണേന് നല്ലത് നമ്മൾ ചട്ടി ഒന്നാകെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചുഴറ്റി കൊടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പം ഫിഷ് ഉടഞ്ഞു പോകും. ഇതുപോലെ 2 സൈഡിലും ഒരു തുണി കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുഴറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പം നമ്മൾ ഫിഷിൻ്റെ പീസൊന്നും അങ്ങനെ ഉടഞ്ഞു പോവില്ല. നമ്മൾ ഏത് ഫിഷ് വെക്കുമ്പോഴും ഇങ്ങനെ ചട്ടിയിൽ വെക്കുമ്പോഴും അല്ലെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സ്പൂണിട്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളെ ഫിഷൊക്കെ നല്ല വെള്ളമൊക്കെ നല്ല പാകത്തിനായി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി സാൽമൺ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ അത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.